ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോ അയ്യ ഇല്ല ഐ ലവ് യു പറഞ്ഞിട്ടില്ല. ഇതല്ല ചെയ്തിട്ടില്ല, അറിയാൻ പാടില്ല, ചെയ്യാൻ അറിയില്ല, അപ്പൊ പഠിപ്പിക്കണം. എനിക്ക് ഇഷ്ടാട്ടോന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാം മനസ്സിലാക്കുന്നവരല്ലേ ബെസ്റ്റ് പാർട്ട്നേഴ്സ് അല്ലടാ. ജസ്റ്റ് മെസ്സേജ് അയച്ചു പിന്നെ അത് അങ്ങനെ ആയി. ബിഗ് ബീൻ വെച്ചിട്ടൊരു അയ്യോ വേണ്ട 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 അയ്യേ ഞങ്ങൾ അയ്യേ വേണ്ട. ചേച്ചിയുടെ പുറകെ പിന്നെ എത്ര ദിവസം പോയി? ഇല്ല അങ്ങനെ പുറകെ പോയിട്ടൊന്നുമില്ല. പക്ഷെ ക്രഷ് ആയിരുന്നു, സത്യം പറഞ്ഞു. സമ്മതിക്കണം, വലിയ സ്റ്റോറിക്ക് നമ്മളെ കൂടെ ഒന്ന് വൈറലാക്കോ. അത് 2 വർഷം മുമ്പ് പറഞ്ഞ ഡയലോഗ് അത് നേരിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോ. അപ്പൊ ഇപ്പൊ വൈറലും ആക്കി, ഞാൻ എയറിലും ആക്കിയിട്ടുണ്ട്. ഇനി ഇതിക്കുള്ള എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പണ്ടിപ്പണിക്കാർ ഇൻഡു സ്ത്രീലമ്പടന്മാർ ശരി, ഇതാണ് ഒരു കമന്റ് വന്നത്. ആ കമന്റ് ഇപ്പോഴും കിടപ്പുണ്ട്. അതായത് ഞാൻ സെക്കൻഡ് ചൂസ് ചെയ്തേക്കുന്ന ആള് വണ്ടിക്കാരനല്ലേ, നിലനിൽക്കൂല എന്നാണ് പറയുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് കേട്ടോ. ജസ്റ്റ് എന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആഡ് ചെയ്യും. എനിക്ക് 36 വയസ്സുണ്ട്. അപ്പൊ ഞാൻ ഏതൊക്കെ കടയിലൊക്കെ പോവാണെങ്കിൽ ചേട്ടാന്ന് വിളിക്കുമ്പോ എന്റെ റൂംമേറ്റ്സ് പറഞ്ഞു മുതുക്കി തൊള്ള, നിങ്ങളുടെ പോലും പ്രായമില്ലാത്ത ചേട്ടാന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ കളിയാക്കും. ഞാൻ ബസ് ഓടിക്കാൻ നേരത്ത്, വണ്ടി ഓടിക്കാൻ നേരത്ത് മറ്റേ ഇവിടെ ബോണ്ടയിൽ വന്നിരിക്കുക തിരക്കുള്ളപ്പേ ഒരു ചേച്ചിമാര് വന്നിട്ട് ചേട്ടാ ഇരുന്നോട്ടെന്ന് ചോദിക്കും. ചിലവർ അവിടെ ഇരുത്തൂല. അത് ഞാൻ ഇരുന്നു. അപ്പൊ ചേട്ടാന്ന് പറഞ്ഞാൽ എനിക്കറിയാം ചിലപ്പോ എന്റെ അമ്മയുടെ പ്രായം ഉണ്ടാവും. പക്ഷെ അവര് ചേട്ടാന്ന് വിളിക്കണേ അവർക്കും അറിയാം ഞാൻ അവരുടെ മോന്റെ പ്രായം. പക്ഷെ അവര് എടാന്ന് വിളിക്കില്ല. ചിലവരുണ്ടാവും വിളിക്കണവര് എടാ അവിടെ ഇരുന്നോട്ടേന്ന്, ചിലവരുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ചേട്ടാ അവിടെ ഇരുന്നോട്ടേന്ന് നോക്കൂ. ചേച്ചിയുടെ പുറകെ പിന്നെ എത്ര ദിവസം പോയി? ഇല്ല അങ്ങനെ പുറകെ പോയിട്ടൊന്നുമില്ല. പക്ഷെ ക്രഷ് ആയിരുന്നു, സത്യം പറഞ്ഞു. സമ്മതിക്കണം, ഇവിടെ സമ്മതിക്കണം, കോർട്ട് സമ്മതിക്കണം. ഇല്ല പരിചയപ്പെട്ടു, സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തീർക്കാം. വലിയ സ്റ്റോറിയൊക്കെ പറഞ്ഞു. ഞങ്ങൾ വലിയ സ്റ്റോറി, ഞങ്ങള് ഈ ക്യാമറ ഓൺ ആക്കി വെച്ചേക്കുന്ന ഈ സ്റ്റോറികളൊക്കെ കിട്ടാൻ വേണ്ടിട്ടാ. പോരട്ടെ. അങ്ങനെ പോന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ഫാമിലിയില് നമുക്ക് എന്റെ എത്ര ഫ്രണ്ട്സ് ഉണ്ട് അതൊക്കെ എല്ലാം അറിയാം. അപ്പം അതായത് ഞാൻ വരുന്ന വണ്ടി, ഞാൻ കുറച്ച് വണ്ടി ഭ്രാന്തിയാണ്, കുറച്ച് വണ്ടി ഓടിച്ചിട്ട് ക്രൈസ്. അതെനിക്ക് മനസ്സിലായി. കുറെ റീലില് ഈ പെങ്കൊച്ച് സീറ്റിൽ പോയിരിക്കാതെ ഫ്രണ്ടിൽ വന്നായിരിക്കുന്നത്. പെട്ടിപ്പുറത്താ, അല്ല ബോണറ്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്. ബോണറ്റ് വണ്ടി ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം വരുന്നൊരു വണ്ടിയുണ്ട്. അപ്പൊ ആ വണ്ടിയോടുള്ള സ്നേഹമാണ്. അപ്പം അങ്ങനെ വന്ന് മിണ്ടി വണ്ടിയുടെ ഓരോ പേജ് ഞാൻ തന്നെ വണ്ടിക്ക് ഒരു പേജ് തുടങ്ങി. 1 മാസം കൊണ്ട് 4000 ഫോളോവേഴ്സ് കയറി. വീഡിയോ ഞാൻ തന്നെ എടുക്കും, എഡിറ്റ് ഞാൻ തന്നെ ചെയ്യും, അങ്ങനെ ക്യാപ്ഷൻ ഞാൻ തന്നെ കൊടുക്കും, അത് എനിക്കത് ടാഗ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് ഇതായി. അപ്പം പുള്ളി ഓടിക്കുന്നുണ്ടല്ല, പുള്ളി വേറെ വണ്ടിയായിരുന്നു നേരത്തെ. അപ്പൊ എന്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, നമ്മുടെ റീലും കൂടെ, അതായത് ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവറിന്റെ കണ്ടക്ടർ അവരറിയാതെ, അവരെന്നെ പോലും അറിയത്തില്ല, അവരെന്നെ പറയുമ്പോൾ നീ റീൽ എടുത്തോ. അപ്പൊ ഓട്ടോമാറ്റിക്കലി കാണുമ്പോൾ എല്ലാവർക്കും അവര് കാണുന്നത്. അപ്പൊ പുള്ളിക്ക് തോന്നും നമ്മളെ കൂടെ ഒന്ന് വൈറലാക്കോ. അത് 2 വർഷം മുമ്പ് പറഞ്ഞ ഡയലോഗ് അത്. മിണ്ടി തുടങ്ങിയപ്പോ, നേരിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോ. അപ്പൊ ഇപ്പൊ വൈറലും ആക്കി, ഞാൻ എയറിലും ആക്കിയിട്ടുണ്ട്. ഇനി ഇതിക്കുള്ള എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ നന്ദി എപ്പോഴും ഉണ്ടാവും ഈ കുട്ടിയോട്. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല റിലേഷനിലാവുന്ന പോലും. പിന്നെ എപ്പോഴാണ് മൊമെന്റ്സ് കുറച്ച് ടൈം എടുത്തിട്ട് ഫിനാൻഷ്യലി കുറച്ചും കൂടെ ഒന്ന് സ്റ്റേബിൾ ആവാനുണ്ടല്ലേ രണ്ടുപേരും. എന്താ പറയാ, ഒരു ജോലി വേണം, അങ്ങനെയല്ല, നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ലവ് പറഞ്ഞ മൊമെന്റ്സ് എപ്പോഴാണ് രണ്ടുപേർക്കും പരസ്പരം? ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മനസ്സിലായി രണ്ടുപേർക്കും ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടാട്ടോന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നമ്മളെല്ലാം മനസ്സിലാക്കുന്നവരല്ലേ ബെസ്റ്റ് പാർട്ട്നേഴ്സ് അല്ലടാ. ജസ്റ്റ് മെസ്സേജ് അയച്ചു പിന്നെ അത് അങ്ങനെ ആയി. അല്ലാണ്ട് ഇഷ്ടാന്ന് എനിക്ക് ഇഷ്ടാന്ന് പറഞ്ഞ് ഞാൻ ഋതു എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ കുഞ്ഞിന്റെ കാര്യം ഉൾപ്പെടെ? അത് പറയേണ്ട കാര്യമില്ല, കണ്ടോണ്ടിരിക്കുവല്ലേ, പുള്ളിക്ക് അത് മനസ്സിലാക്കുക. അല്ലാതെ കുത്തി ചോദിക്കുക ചോദിച്ചിട്ടില്ല. നമ്മൾ അറിയുന്നോണ്ടല്ലേ നമ്മൾ പറയുന്നതിന് അതേ രീതിയിൽ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നേ. അത് എനിക്ക് എന്നിട്ട് എനിക്കൊരു കുട്ടിയുണ്ട്, ഞാൻ മാരീഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ട ഒരു അവസ്ഥ എനിക്ക് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോ അയ്യ ഇല്ല ഐ ലവ് യു പറഞ്ഞിട്ടില്ല. ഇതല്ല ചെയ്തിട്ടില്ല, അറിയാൻ പാടില്ല, ചെയ്യാൻ അറിയില്ല, അപ്പൊ പഠിപ്പിക്കണം. നമ്മളോട് ഈ പറഞ്ഞ സാധനത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഏതാ? ഹണി അല്ല, അത് ഹണീബി. ഇത് ബിഗ് ബീൻ വെച്ചിട്ടൊരു ഞങ്ങൾ കൽപ്പന. ഈ മനസ്സിലാക്കൽ തന്നെയാണ് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു. നമ്മളത് പറഞ്ഞ് ഞാൻ പറയട്ടെ, ഇപ്പൊ ചേച്ചിക്ക് ഞാൻ പറയുന്ന ഓരോ കാര്യം മനസ്സിലാകുന്നുണ്ട്, ചിലവർക്കത് മനസ്സിലാകണമെന്നില്ല. നമ്മൾ പറയണത് കേട്ടിരിക്കുന്നത് കൊണ്ടും നമ്മൾ എന്താന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടും ചേച്ചിക്ക് ആ ഒരു ഇതുണ്ട്, ഇതിങ്ങനെയൊക്കെയാണ്.
നമ്മൾ സ്ഥിരം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആളുകളുടെ കേൾക്കുന്നതല്ലേ. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ഭയങ്കര സന്തോഷം സ്ത്രീകൾ മുന്നോട്ട് പോകുന്ന ഓരോന്നും. ഞാൻ തമാശക്കല്ല, ഭയങ്കര ഭയങ്കര സീരിയസ് ആയിട്ട് ആളുകളോട് പറയുന്ന, ഒരു സ്ത്രീ അവൾ സ്വന്തം സമ്പാദിച്ച് അവൾ ഒരു കടുക് കഷ്ണം വാങ്ങിച്ചാൽ അത് എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യം. എന്റെ വീട്ടിൽ ഞാൻ ഹീറോയ എന്തായാലും കാര്യമായിട്ട് പറഞ്ഞതാ. എന്റെ അമ്മയ്ക്ക് ആ ഒരു കാര്യത്തില് വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്നതും കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കുന്നത് എല്ലാം ഞാൻ തന്നെയാണ്. എന്റെ കാര്യങ്ങൾ നോക്കുന്നത് ആ ഒരു കേസിൽ ഞാനൊരു ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ സക്സസ്ഫുൾ ആണ്. എന്താണ് പിന്നെ ആദ്യമായിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുന്നത്? ബർത്ത്ഡേക്ക് 6 മാസം സെലിബ്രേറ്റ് ചെയ്തു ഞാന്. ആരുടെ? വൈശാഖിന്റെ? റയാന്റെ 6 മാസം 6 മാസം ഹാഫ് ബർത്ത്ഡേ ഉണ്ടല്ലോ. ഓ, അത് ഒന്നിച്ചായിരുന്നു. വന്നില്ല. ഞാൻ വന്നില്ല, പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ ബസ് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ലീവാക്കി വന്നു. ആ വന്ന ബസ്സിന് തന്നെ അല്ല, വന്ന വണ്ടിയില്ല, വന്നപ്പോ തന്നെ ബസ് എടുക്കാറായിരുന്നു. എനിക്ക് മാറ്റി തിരിച്ചു വരാനുള്ള ബസ് എടുക്കാറായിരുന്നു. അതിൽ തന്നെ കണ്ട് അപ്പൊ തന്നെ 10 മിനിറ്റ് പോലും നിന്നില്ല, അപ്പൊ തന്നെ പോയി. ടൂറിസ്റ്റ് ബസ്സിലും പോകുന്നുണ്ട്. 6 മാസം 4 മാസം വരെ പരിചയമുണ്ട്, പക്ഷെ ഡയറക്റ്റ് ഒന്ന് കാണുന്നത് 6 മാസം കുഞ്ഞിനെ ആദ്യമായിട്ട് ബർത്ത്ഡേക്ക് നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. ഒരു കുറവും വരുത്തരുതല്ലോ എല്ലാം. പിന്നെ ഏറ്റവും സന്തോഷം എനിക്ക് സിംഗിൾ പേരന്റിനുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ബേബിയുടെ സെയിം ഡേ ആണ് ബർത്ത്ഡേ. അത് തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഞാൻ അമ്മയാണ്, എനിക്ക് ഇങ്ങനെയാണ് ആ സന്തോഷം എന്ന് പറഞ്ഞപ്പോ ആ ശരി വില കുറയ്ക്കാം. സെറ്റപ്പില് ഭയങ്കര ഇതൊക്കെ ഇട്ട് പറയും. അല്ല, എല്ലാരും പറയുന്നത് എന്താന്ന് അറിയാമോ, ഇതിന് അയ്യോപ്പാവൻ പോലെ ഇരിക്കുള്ളൂ, വാ തുറന്നു കഴിഞ്ഞാണ്ടല്ലോ ഞാനൊന്നുമല്ല അല്ലേ. അല്ല, അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഇങ്ങനെ സിംഗിൾ ആയിട്ട് നിൽക്കുന്നോണ്ട് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ബേബിയുടെ ആ ഒരു ഇത് നമ്മളൊരു ചെറിയൊരു മൊമെന്റ് ആണ്, ഇപ്പൊ നമ്മളത് എൻജോയ് ചെയ്യണം. അപ്പൊ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ എന്റെ മോൻ തന്നെയാണ്. റയാൻ എന്നാണ് പേര്. റയു എന്ന് വിളിക്കും. അങ്ങനെ മോന് കൊച്ച് അങ്ങനെയൊക്കെ. അത് ഭയങ്കര നമ്മൾ പറഞ്ഞല്ലേ കുഞ്ഞു ഓരോ ഇങ്ങനെ ആൾക്കാർ വന്നത് കമന്നതും സ്റ്റെപ്പ് വെച്ചതും പിച്ച വെച്ചതും എല്ലാം നമ്മൾക്ക് കാണുകയും അത് നമ്മൾ അനുഭവിക്കുകയും നമ്മൾ തന്നെയാണ് ഈ കുട്ടിക്ക് വേണ്ടി എല്ലാം ചെയ്യുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടാവും ഭയങ്കരമായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാൻ സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് നാട്ടുകാരുടെ ബോധ്യപ്പേരല്ല, എനിക്കതറിയാം. കാരണം 2 വയസ്സ് വരെ നല്ല ഹെൽത്തി ആയിട്ടൊരു കുട്ടിയെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ അവനോട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കൊച്ചിന്റെ വീഡിയോസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ അക്കൗണ്ടില്, ഞാൻ കണ്ടിരുന്നു. അവന് ചെറിയൊരു വൈറൽ താരമാണ്. കോഴിനോട്ടം രണ്ടും കണക്കാ. ഈ പറയുന്ന പോലെ വീട്ടില് സംസാരിച്ചു നിങ്ങൾ ലൈഫിലേക്ക് ഉടനെ കാല് വെക്കുന്നില്ലെന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു ആവുന്നല്ലേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം. രഘുവിന്റെ വീട്ടിലറിയാം. അപ്പൊ നിങ്ങളിപ്പോ എല്ലാരും പറയുന്ന പോലെ 2 വർഷം അല്ലെങ്കിൽ ഇത്രയും സമയം നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷമാണ് ഇനിയൊരു ഇതിലേക്ക് കല്യാണം ഉടനെ ഉണ്ടോന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. വളച്ചു കെട്ടി എത്രയും കൊണ്ടുപോയി ഉടനെ മറ്റേ അങ്ങനെ ഇതില്ല, ഇതൊന്ന് സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ടൊക്കെ ഉള്ളൂ. അല്ല, എത്ര തിരക്കിന്റെ ആവശ്യമില്ലോ. ഞാൻ മിണ്ടാത്ത വേറൊന്നുമല്ല, ഇവനെ കൂടെ മിണ്ടിച്ചില്ലതിന് എന്നെ ചീത്ത പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ അതന്നെ ഏറ്റവും സിമ്പിൾ ആയാലും പെട്ടെന്ന് ആൻസർ ചെയ്ത് റിസ്ക് എനിക്ക് തന്നു. അങ്ങനെയല്ല, ഇപ്പൊ പറയുന്നവരുടെ അടുത്ത് 2 പേരും ഫിനാൻഷ്യലി, പുള്ളിയും ജോലിയുണ്ട് എനിക്കും ജോലിയുണ്ട്, പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു ബേബി ഉണ്ട്. അപ്പൊ നമുക്ക് അതൊരു ബേബി ഉള്ളപ്പോ അത് പ്രാരാബ്ദം അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ കുറച്ചും കൂടെ, പുള്ളി എബ്രോഡ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച്, പുള്ളി പോയിട്ടല്ലേ ഞാൻ പോലെ, ഞാൻ പോയിട്ട് പുള്ളി പോകാന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് ആരും മുമ്പിൽ ഒരു കാര്യത്തിനും ഒരു രൂപയ്ക്ക് ഒരു മണി തല കുനിക്കരുത്. കാരണം ഞാനൊരു 3 മാസത്തോളം ഞാൻ എന്റെ വീട്ടുകാരെ ചെലവിൽ ഞാൻ കഴിഞ്ഞത്. വീട്ടുകാരാണെങ്കിൽ പോലും വീട്ടുകാരെ നമ്മൾ ഇതാക്കി, ഇങ്ങനത്തെ ഒരു അവസ്ഥ അവർക്കും വിഷമം വന്നു, അവരുടെ ചെലവിൽ കഴിഞ്ഞു. അവർക്ക് മനസ്സുകൊണ്ട് തോന്നിയില്ലെങ്കിലും നമുക്ക് ആ ഒരു വരും, ഓ ഞാൻ കാരണം വീട്ടിൽ ബാധ്യതയായോ എന്റെ കുഞ്ഞും ഞാനും. എന്നെ പോലെ അത് എല്ലാരും അറിയാതെ ചിന്തിച്ചു പോകും, പക്ഷെ വീട്ടുകാർക്ക് ബാധ്യത ആയിരിക്കത്തില്ല. എന്നോട് ഇതുപോലെ ഒരു ചേച്ചി സംസാരിച്ചൊരു കാര്യമുണ്ട്. ഒരു ചേച്ചി ഇന്റർവ്യൂവിന് വിളിച്ചല്ല, നോർമലായിട്ട് എന്നോട് ഒരുപാട് സ്ത്രീകൾ സംസാരിക്കും. അതിലൊരു ചേച്ചി പറഞ്ഞു ഭർത്താവ് മരിച്ചപ്പോൾ ആദ്യത്തേത് ഭയങ്കര നല്ലൊരു ജീവിതമാണ്, രണ്ടാമത് നാട്ടുകാരെല്ലാം കൂടെ ഇൻട്രസ്റ്റ് എടുത്ത് കെട്ടിച്ചു വിട്ടു. ചേച്ചിയോട് പോലും ചോദിക്കാതെ. അപ്പോൾ ആദ്യത്തെ ജീവിതം നല്ലതായതുകൊണ്ട് ചേച്ചി ഓർത്ത് രണ്ടാമത്തെ ആ സ്ത്രീക്ക് ഇന്ന് 2 കുഞ്ഞുങ്ങളാണ്. അവരെന്നോട് പറയാ, ശരണ്യ എൻ്റെ 32ാമത്തെ വയസ്സിൽ അവരുടെ എല്ലാ ജീവിതവും തീർന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ പുതിയതായിട്ട് വന്ന ആൾക്ക് ഒരു പ്രത്യേക തരവാണ്. ആ സ്ത്രീ ഒന്ന് ചിരിച്ചിട്ടില്ല, ഒന്ന് സന്തോഷിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അതായത് നിരന്തരം ഈ പറയുന്ന വാർത്തകളുണ്ട്. വാർത്തകൾ കേട്ടപ്പോൾ ഒരു സെന്നെ വിളിച്ചിട്ട് സംസാരിച്ചതാണ്. അപ്പൊ അവിടെയാണ് നിങ്ങളെ പോലെ ഭയങ്കര ബോൾഡായിട്ട് നമ്മൾക്കൊരു പാർട്ട്ണറെ, ആദ്യത്തെ കല്യാണം നമ്മൾ എങ്ങനെയോ നമുക്കാണ് സാഹചര്യം കൊണ്ട് നടന്നു പോയതാണ്. രണ്ടാമതൊരു ലൈഫ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ
ഭയങ്കര വിജിലന്റ് ആയിരിക്കും, സ്ത്രീകൾ ഭയങ്കര വിജിലന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അപ്പം വലിയ വലിയ സ്റ്റേജിലാണ് കേട്ടോ നിൽക്കുന്നത്, എലിമിനേഷൻ റൗണ്ടിലാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് കെട്ടി ഇതായി ഇനിയും കെട്ടണോ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ഇതായതുകൊണ്ട്. വണ്ടിപ്പണിക്കാർ ഇൻറ്റു സ്ത്രീലമ്പടന്മാർ ശരി, ഇതാണ് ഒരു കമന്റ് വന്നത്. ആ കമന്റ് ഇപ്പോഴും കിടപ്പുണ്ട്. അതായത് പൊതുവായിട്ട് പൊതുവായിട്ട് വരുന്ന ഒരു കാര്യമാണ് വണ്ടിക്കാർ, അതായത് ഞാൻ സെക്കൻഡ് ചൂസ് ചെയ്തേക്കുന്ന ആള് വണ്ടിക്കാരനല്ലേ, നിലനിൽക്കൂല എന്നാണ് പറയുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് കേട്ടോ. ഞങ്ങൾ ഹാപ്പി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഹാപ്പിനെസ്സും സങ്കടവും മറ്റുള്ളവരെ ബാധിക്കുന്നതല്ല. എല്ലാരും തകരണം. ഇപ്പൊ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും പുറത്ത് ചിരിച്ചു കളിക്കും. എന്റെ സിറ്റുവേഷൻ ആട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ സിറ്റുവേഷൻ പറയുമ്പോൾ ആണോ, പോട്ടെ സാരില്ല, ഓ സെക്കൻഡ് റിലേഷൻ കിട്ടിയല്ലോ നന്നായിട്ട് പോട്ടെ. പക്ഷെ മനസ്സിൽ അങ്ങനെ ആയിരിക്കത്തില്ല, ഓ ഇതും അങ്ങനെ പോകും. മനസ്സുകൊണ്ട് ആർക്കും ഒരാളെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ആഗ്രഹിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരു നെഗറ്റീവ് വരത്തുള്ളൂ. ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു ആ നെഗറ്റീവ് തോട്ട്സ് ഒന്നും നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ട് നല്ല വിജയം ഉണ്ടാകും. ഇനി ഞാൻ ഈ വണ്ടിക്കാരൻ ഇൻഡസ്ട്രിയിൽ ചുമ്മാ പറഞ്ഞിട്ട് അത് ചുമ്മാ അങ്ങനെ പോലും പറയാൻ പാടില്ല. അല്ല അതെ, അത് ഞാൻ പോലും പറയാൻ പാടില്ലാത്തൊരു വേർഡിംഗ് ആണ്, മനസ്സിലായോ? അത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള വേർഡിംഗ് അല്ല. ഇപ്പം എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞേ? 28. ഞാൻ അല്ല, അവൾ ഓൾറെഡി 28 പറഞ്ഞു. അതുകൊണ്ട് നീ 29. എന്റെ ഒരു റിലേറ്റീവ് പയ്യനുണ്ടേ, അവൻ എങ്ങനെയാ വെച്ചാൽ വണ്ടിയെ കയറി പെട്ടിപ്പുറത്ത് ഇരിക്കത്തുള്ളൂ. കാരണം ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കും, നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള പിന്നീട് വണ്ടി എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട് വന്നതാണോ അതോ ജോലിക്ക് വേണ്ടിട്ട്? അല്ലല്ല, ജോലിക്കായിട്ടല്ല, ജോലിയായിട്ടൊന്നുമല്ല എന്നെ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് ഒക്കെ പഠിച്ച് ആനിമേഷനില്ലേ അതൊക്കെ പഠിച്ചിട്ട് നമ്മുടെ ചേട്ടമ്പുള്ളിയുടെ സ്ഥാപനത്തിൽ തന്നെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നാട് സ്വന്തം വീട് എവിടെയാ? പട്ടുപറ്റെന്ന് പറയും, പട്ടുപറ്റ വണ്ടർല കഴിഞ്ഞിട്ട്. അപ്പൊ ഇവിടെ നിന്നാണോ മൂവാറ്റുപുഴ പോയി ഓടിക്കുന്ന വണ്ടി? അല്ലല്ല, കിഴക്കൻ വണ്ടർലയുടെ അടുത്തുള്ള ആണ് ബസ്. അപ്പൊ വീട് അവിടുന്ന് ഒരു ബസ് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ അവിടുന്ന് മൂവാറ്റുപുഴ എറണാകുളം, ഫസ്റ്റ് എറണാകുളത്തിന് വരും, തിരിഞ്ഞ് 3 എറണാകുളം 3 മൂവാറ്റുപുഴ. അങ്ങനെ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് പോണതൊക്കെ ഒരു വീടിനടുത്തുള്ള ഒരു ഇക്കയുടെ വണ്ടിയിലായിരുന്നു. പുള്ളിക്ക് സ്വന്തമായിട്ട് ബസ്സുള്ളതാണ്. അപ്പോൾ ഞാൻ രാവിലെ പോകുമ്പോൾ പതുക്കെ ഡോറിലൊക്കെ പോയി ഡോറിൽ പോകും. അപ്പൊ ഡോറിൽ എന്നെ പിടിച്ച് ഡോറിൽ നിർത്തും, കിളിയായിട്ട് നിർത്തും. കിളിയായിട്ട് നിർത്തി കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ഒരു കഥ പറയാം. നമ്മളീ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ എന്റെ ഒരു ഓർമ്മ കേട്ടോ, എനിക്കത് പറഞ്ഞപ്പോ ഓർമ്മ വന്ന കിളിയായിട്ട് നിൽക്കുന്നല്ലേ ഇതുപോലത്തെ ഇഷ്ടം കൊണ്ട് കൊച്ചു പിള്ളേരാ. എന്നിട്ട് അവർ കയറിയിട്ട് ഇങ്ങനെ ആ ഡോറിൽ ഒരു ഞാലുണ്ട്, അതായത് വണ്ടി എടുത്തതിന് വെള്ളടിക്കല സ്റ്റൈലുണ്ട്. എന്റെ കണ്ടന്റ് ആയിരുന്നു ചാനലില്. അതാ പറഞ്ഞ അതൊരു ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ അതായത് നമ്മൾ അത്രയും പെൺകുട്ടികൾ നിൽക്കണം, അവരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഈ ഡോറെ പിടിച്ച് ഞാൻ കുടുംബകല ഞങ്ങള് നൊസ്റ്റ് വേറെ ഇറക്കി അത് ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ എനിക്ക് അങ്ങനെ ഒന്നും ബെല്ലടിക്കാറ്, നമ്മൾ തുടക്കക്കാരനാണല്ലോ, നമുക്ക് അറിയാൻ പാടില്ല, ചാടി കയറാൻ അറിയാൻ പാടില്ല. അതൊക്കെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന കുറെ നാൾ കഴിഞ്ഞപ്പോ പതുക്കെ എന്നോട് ഒരു കണ്ടക്ടറിന്റെ പണിയൊക്കെ പഠിക്കുന്നു പറഞ്ഞു. ഞാൻ ബസ്സിൽ പോകുമ്പോ ഞാൻ ജോലിക്ക് പോകുമ്പോ ഫ്രണ്ടിൽ തന്നെ നിൽക്കും, തിരിച്ച് ആ വണ്ടിക്ക് തന്നെ വൈകുന്നേരം വരും. അങ്ങനെ ഒരു ഇതുള്ളൂ, പണിക്കായിട്ട് പോയതല്ല. ആയിട്ട് പറഞ്ഞു ഇടയ്ക്കൊക്കെ ഞായറാഴ്ചയൊക്കെ വരുമ്പോ കണ്ടക്ടർ ഡ്യൂട്ടി ഒക്കെ ഞാൻ പറയാം, കണ്ടക്ടർ ഡ്യൂട്ടി എനിക്ക് താല്പര്യമില്ല, എനിക്ക് അടുത്ത ലക്ഷ്യം വണ്ടി ഓടിക്കാൻ. അത് ഞാൻ പറഞ്ഞു, ഇക്കയുടെ അടുത്ത് പറഞ്ഞ സുധീർന്ന ഇക്കട വരും. അപ്പൊ പുള്ളി ഷെയർ വണ്ടിയാ. അപ്പൊ പുള്ളിക്ക് തന്നെന്നൊക്കെ ഉണ്ട് കാര്യം പറഞ്ഞു. പക്ഷെ എന്നാലും ലൈസൻസും ഇല്ല, ബാക്കി അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പൊ അങ്ങനെയൊക്കെ അവർക്ക് നേരത്തെ എന്തോ വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ പുള്ളിക്ക് തരാൻ ഒരു മടിയായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് സ്റ്റാൻഡിൽ ചെല്ലുമ്പോ നമ്മുടെ കയറ്റിടാൻ അങ്ങനെയൊക്കെ തരും. അപ്പൊ നമ്മുടെ എന്റെ കൂട്ടുകാരനുണ്ട് നിതീഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന്റെ ഒപ്പം ടോർസിലൊക്കെ പോയി ടിപ്പറിലൊക്കെ പോയി അവൻ എനിക്ക് ഇവിടെ നടന്ന് കയറ്റിട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിട്ടി വന്ന, അല്ലാണ്ട് ആരും മടിയിലിരുത്തി അങ്ങനെ പഠിച്ചു തരാ. അത് അങ്ങനെ കണ്ട് ഓരോന്ന് അവരെന്നെ എങ്ങനെ ഈറ് പറഞ്ഞതൊക്കെ പറഞ്ഞ ഇതാക്കി പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഞാൻ പോയി കണ്ടതിൽ പതുക്കെ എന്നെ സ്ഥിരമായിട്ട് കയറാൻ പറഞ്ഞു. ഒരാഴ്ച പോകുന്ന പറഞ്ഞ് ഡോറിൽ പോയി അങ്ങനെ പോയാണ് വണ്ടി ഫീൽഡിലേക്ക് വന്നത്. പ്രൈവറ്റ് ബസ്സിൽ ആദ്യം തന്നെ, പിന്നെ അതൊക്കെ പതുക്കെ ടൂറിസ്റ്റ് ബസ്സിൽ ക്ലീനറായിട്ട് പോയി, പിന്നെ ഡ്രൈവറായിട്ട് വന്നു. ഇപ്പൊ ടൂറിസ്റ്റ് ബസ് ഡ്രൈവറായിട്ട് കഴിഞ്ഞിട്ടാണ് പ്രൈവറ്റ് ബസ്സിലേക്ക് തന്നെ. അതിന് ടോറസൊക്കെ ഓടിക്കുന്നു, ടോറസൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രൈവറ്റ് ബസ്സിലേക്ക് തന്നെ. അപ്പൊ ഈ എനിക്ക് അന്ന് തരാൻ പറ്റാത്തതിൽ ഒരു പുള്ളിക്ക് ഉണ്ട്. പക്ഷെ ഈ ഒക്കെ ഓപ്പോസിറ്റ് തന്നെ ഞാൻ വേറെ ബസ് ഓടിച്ചോണ്ട് തന്നെ ഇപ്പൊ പുള്ളിക്ക് സന്തോഷമായി, ധൈര്യത്തോടെ സന്തോഷമായി. പക്ഷെ അന്ന് എനിക്ക് ലൈസൻസ് ഉണ്ടായില്ല. ജസ്റ്റ് ഒന്ന് ലൈനില് ബസ് എടുത്തോണ്ട് വരില്ലേ അത്ര അന്ന്.
പണ്ടാട്ടോ ഒരുപാട് കാലം മുന്നെയാ. അപ്പൊ അന്ന് ഇത്ര വലിയ ഇഷ്യൂ എന്നൊന്നുമില്ലല്ലോ. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് എൻ്റെ ബസ്സിന്റെ ഓണർ പറഞ്ഞു ലൈസൻസ് ഒക്കെ എടുക്കുന്നു പറഞ്ഞിട്ട് ലൈസൻസ് എടുത്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇതായി. അതിന് ധൈര്യമായിട്ട് കുഴപ്പമല്ലോ, ഡ്രൈവർമാരെ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ഒരു ചാലൊക്കെ ഓടിക്കുക. പിന്നെ അങ്ങനെയാണ് കൈ തെളിഞ്ഞതാക്കി. പിന്നെ ടോറസിലൊക്കെ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ സ്ഥിരമായിട്ട് ഇപ്പൊ ബസ്സിലാണ് നിലവില്. ബസ്സിലെ ഇനി എനിക്കൊരു സംശയമാണ്. നീ വണ്ടി ഓടിക്കുന്നു, ഋതുവും കുഞ്ഞും മടിയിൽ നിന്ന് ബോണറ്റിൽ ഇരിക്കുന്നു, വീഡിയോ എടുക്കുന്ന ആരാന്നേരം ഇപ്പൊ? ക്യാമറമാൻ അല്ല, പിന്നെ ആരാണെന്നേ ചോദിക്കുന്നത്. ഏത് നിങ്ങളുടെ കുറച്ച് റീൽസിനകത്ത് വിഷുവിനിട്ടതായിരിക്കും. അത് ടൂറിസ്റ്റ് ബസ്സിലുള്ളവരാ. അത് ക്യാമറമാനാ പറഞ്ഞെടുപ്പിച്ചതാണ്. അത് ആരാന്ന് ചോദിച്ചേ? അല്ല, പറഞ്ഞെടുപ്പിക്കുന്നതല്ലേ. അതായത് വിഷുവിനും സിംഗിൾ പേരന്റ് എന്നുള്ള ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് പലർക്കും അറിയത്തില്ല എനിക്ക് ഒരു കുട്ടിയുണ്ട്, പുള്ളി മാരീഡ് അല്ല എന്നുള്ള കേസ്. ഞങ്ങൾ ഹസ്ബൻഡ് വൈഫാണ് വിചാരിച്ച്, ഞങ്ങൾ പറഞ്ഞതല്ല, എല്ലാരും വിചാരിച്ചു ഞങ്ങൾ ഹസ്ബൻഡ് വൈഫാണ്, അത് ഞങ്ങളുടെ കുട്ടിയാണെന്ന് മാത്രമേ എല്ലാവർക്കും അറിയാവുള്ളൂ. അങ്ങനെ വിചാരിച്ചിരുന്നവരാണ്. പിന്നെ ഞങ്ങൾ കപ്പിൾസ് ആണെന്ന് വിചാരിച്ചവരും ഉണ്ട്. പിന്നെ ആ കുട്ടി ചേച്ചിയുടെ മോൻ അങ്ങനെയാണ് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിത് റിവീൽ ചെയ്ത് വിഷുവിന് ഒരു ഇതില് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള. അപ്പൊ ആരോ ചോദിച്ചു കൂടെയുള്ള പച്ചഷർട്ടുകാരനാണോ അതിന്റെ അച്ഛന്? അല്ല, ഒരു കമന്റ് ഉണ്ട് അതിനകത്തുണ്ട്. അപ്പം അല്ലല്ല, സിംഗിൾ പാരന്റ് വീഡിയോ ഇടയില്ല. അതിങ്ങനെയാണ്, കൊച്ചിനായിട്ട് നടന്നു വരുമ്പോ കെട്ടിയോനാണോ വീഡിയോ എടുത്ത് തരുന്നേന്ന്. അതിനുശേഷം എന്റെ പൈസ വെച്ച് ഞാൻ അറിയാതെ കൊച്ചിന്റെ അച്ഛനായിരുന്നു എന്തോ ഒരു ഡയലോഗ് അതിനകത്ത് ഞാൻ ഇട്ടത്. അല്ല, അതെന്റെ കൊണ്ട് എനിക്ക് ഇതിനുള്ള സമയമൊന്നുമില്ല, ഞാൻ നോക്കാറില്ല. ചിലതൊക്കെ റെസ്പോണ്ട് ചെയ്യണമല്ലോ. തീർച്ചയായും ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അത് വേറെ മറ്റേത് അമ്മയും അച്ഛനും പച്ചയായി പോയി, കൊച്ചിന് മാത്രം ബ്ലാക്ക് ആയി പോയത്. അതാ ചോദിച്ചത്. എല്ലാവർക്കും ജീവിതത്തിൽ പറ്റുന്ന ഒരു കാര്യമല്ല ഡിസിഷൻ മേക്കിംഗ്. അതായത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് നമ്മുടെ ലൈഫിൽ. നമ്മൾ ജീവിക്കണോ മരിക്കണോ, അല്ലെങ്കിൽ ജീവിച്ചാൽ ഇന്നതിന്നതിലൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും, മരിച്ചാൽ നമ്മളൊന്നും അറിയില്ല. അതായത് അവിടെ കൊണ്ട് ഫേസ് എന്നുള്ളൊരു സിറ്റുവേഷൻ തീരുവാണ്. പിന്നെ ജീവിച്ചിരിക്കുന്നവരാണ് ഇതെല്ലാം പേറേണ്ടത്, അതായത് നമ്മളുടെ ബാധ്യതയും കൂടെ പേറേണ്ടത് അവരാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ബോൾഡായിട്ട് ഇപ്പം പിന്നെ പേരൻറ്റ് നിന്നു എന്ന് പറയുന്നത്, അമ്മ നിന്നു എന്ന് പറയുന്നത് ഒരു വലിയ അസാധ്യ കഴിവാണത്. കാരണം എല്ലാ പേരൻസിനും പറ്റില്ല. അവരെല്ലാം സൊസൈറ്റിയിലെ ആളുകളുടെ വർത്താനം കേട്ട് മോൾ എന്താ അങ്ങനെ പോയെന്നൊക്കെ കേട്ടിട്ട്. കാരണം എന്റെ അമ്മ ജീവിച്ച എനിക്ക് വേണ്ടിയിട്ടായിരുന്നു, അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് എന്റെ വിഷമം മനസ്സിലായി, അതുകൊണ്ട് എന്റെ അമ്മ എന്റെ കൂടെ നിന്നു. അതിന്ന് തിരിച്ചു വന്ന് ഇന്നിപ്പം ശരി എൻ്റെ മകനെ വളർത്തണം, എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. നിങ്ങൾക്ക് ഫ്യൂച്ചറിലൊരു പ്ലാൻ ഉണ്ട്. എല്ലാവരും നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ റീൽ കണ്ടിട്ടാ. ഇത്രയ്ക്കേ പോവുള്ളൂ, ഇഷ്ടം പോലെ. ഇത് എത്ര നാളെ ഓടാനാ, ഇതാണ് കൂടുതലായിട്ടും. അതെ, ഈ വണ്ടി ഒരുപാട് നാൾ ഓടും. കാരണം വളയം പിടിക്കുന്ന ഇവർ രണ്ടുപേരുമാണ്, ഒറ്റയ്ക്കല്ല. ജീവിതത്തിൽ വളയം രണ്ടുപേരും കൂടെ പിടിച്ചെങ്കിൽ മാത്രമേ ലൈഫ് മുന്നോട്ട് പോകത്തുള്ളൂ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട്. കാരണം അവിടെയാണ് ഈക്വൽ ഷെയറിങ്ങിൻ്റെ ഒരു കഥ വരുന്നത്. ഈക്വൽ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ അതിൽ സ്നേഹം മാത്രമല്ല, ഇമോഷൻസ് ഉണ്ട്, പരിഭവങ്ങളുണ്ട്, എല്ലാം അതെല്ലാം ഷെയർ ചെയ്ത് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ 2 വർഷം കഴിഞ്ഞ് സെറ്റിൽഡ് ആവാൻ നിൽക്കുന്ന നിങ്ങളുടെ ഒരു ഡ്രീം ഉണ്ടല്ലോ, അതിലേക്ക് എത്തട്ടെ. റയാൻ എന്നോട് ഞാൻ ചോദിച്ചതായിട്ട് പറഞ്ഞോട്ടെ. ഇപ്പം ഞങ്ങളുടെ വണ്ടിയുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പം അതിൽ എൻ്റെ ഒരു വീഡിയോ ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു, റിയാക്ഷൻ വീഡിയോ. കുറെ പേര് ഒന്ന് പൈസ കൊടുത്ത് ടിപ്പിച്ച അങ്ങനെ പറയുന്നുണ്ട്. എന്താ അറിഞ്ഞിട്ടില്ല, അതിന് പൈസ കൊടുക്കണമെങ്കിൽ ഞാൻ വല്ലോ മേടിച്ച് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ല. 2 days കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഓട്ടോമാറ്റിക്കലി അന്ന് എനിക്ക് ടാഗ് ചെയ്യുമോ എന്ന് ചോദിച്ചു. എനിക്ക് കൊളാബ് ചെയ്തു. അപ്പൊ അതിന്റെ ഇടയിൽ വന്ന കമന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവായിട്ട്, അവൻ ഓരോ സ്റ്റോപ്പിൽ ഓരോ ലൈൻ കാണുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇനിയും നിനക്ക് പഠിച്ചില്ലേ, ഒരു കൊച്ചായിട്ട് പഠിച്ചില്ലേ, ഇനിയും പോയി കുഴിയിൽ ചെന്ന് ചാടാനാണോ. പിന്നെ പറയണ മെയിൻ കേസ് ഉണ്ട്, വണ്ടിപ്പണിക്കാർക്ക് പെണ്ണ് കൊടുക്കാത്തത് അവരുടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല. ഞാൻ ഒരു കാര്യം വെച്ചിട്ടെ, അവരുടെ പേരൻസ് എപ്പോഴും കുറച്ച് ഫിനാൻഷ്യലി സ്റ്റേബിൾ ഉള്ള ആൾക്കാർ കൂടെ കെട്ടിച്ചിടുമെന്ന്. ഈ പെൺമക്കളെ കെട്ടിക്കുമ്പോൾ ഇവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണ്ടേ? അതിനെപ്പറ്റി ആരും സംസാരിക്കത്തില്ല. പെൺപിള്ളേരും ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിരിക്കണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ കല്യാണം കഴിച്ചു വിടാവുള്ളൂ. നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ സ്വർണ്ണമല്ല കൊടുത്തു വിടേണ്ടത്, അവൾക്കൊരു മുറി വീടെങ്കിലും പണിത് കൊടുക്കുക. അതായത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കയറി കിടക്കാൻ ഒരു ഇടം. തിരിച്ചു ചെല്ലാൻ ഇടമില്ലാത്തടത്താണ് പലരും പിന്നീട് ഒരു ഇടമില്ലാത്തൊരു ലോകത്ത്, അല്ലെങ്കിൽ ഈ ലോകത്തെ സ്പേസ് ഇല്ല എന്ന് മനസ്സിലാക്കി പോകുന്നു. തിരിച്ചു ചെല്ലാൻ ഒരു ഇടം ഉണ്ടാവുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക, അതൊരു വലിയ മെസ്സേജ്. ഏറ്റവും കൂടുതൽ പറ്റണോ ഈ പെണ്ണുങ്ങള് വീട്ടുകാരെ ഉറപ്പിച്ച് ഇറങ്ങിപ്പോയില്ലേ, ഇറങ്ങിപ്പോ ആ വീട്ടുകാര് എന്ത് ചെയ്താലും എന്തൊക്കെ ചിലവരുണ്ട്, ഈ കൊച്ചായി കഴിയുമ്പോൾ തിരിച്ചു വിളിച്ച് കയറ്റും എന്ന് പറഞ്ഞത്. അങ്ങനെ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അതിന്റെ ഇവര് തമ്മിൽ ഉടക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അതാണ് കുഴപ്പം. ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ ബസ്സുകാരെ കുറിച്ചുള്ള സ്ഥിരം സാധനമാണ്, ഓരോ സ്റ്റോപ്പിലും ഓരോ. അല്ല, അങ്ങനെ ഉള്ളവരുണ്ട്, അല്ല അതിപ്പോ ബസ്സിലെ ആൾക്കാരൊന്നും ആവണമെന്നില്ല. എല്ലാരും പൊതുവായിട്ട്
എല്ലാവരും കൂടെ യാത്രക്കാർക്ക് attack ചെയ്യുന്നെ. ബസ്സിലെ അല്ല ഞാൻ യാത്രക്കാർക്ക് പറയട്ടെ, എല്ലാവരും ബസ്സുകാർ സ്ത്രീലമ്പടന്മാരാണ്. എന്നെ ചതിച്ചു, ഞാൻ ബസ് ഡ്രൈവറെ കെട്ടി. അവരെ പിരിഞ്ഞതിന്റെ റീസൺ നമുക്കറിയാമോ? എല്ലാരും അങ്ങനെ ആണെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടിട്ട് കുറച്ച് പേര് എന്തോ അവന് ഒരു പെൺകൊച്ചിനായിട്ട് സംസാരിക്കണ്ടല്ലോ, അല്ല ചിരിക്കണ്ടല്ലോ, പോവാൻ ചിരിക്കും. അതിനെ നമ്മളെ പരിചയം, നമ്മൾ ഡെയിലി കാണുന്ന ഇതാ. ഒരു ടൂറിസ്റ്റ് ബസ് ആണെങ്കിൽ ഒരു 2 ദിവസം മാക്സിമം ഒരാഴ്ച, ആ ഒരാഴ്ചയുള്ള ട്രിപ്പ് ഉള്ളൂ. ആ ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ഒരു ട്രിപ്പ് പോയേക്കാണ്. ഞാൻ ബസ് ഓടിക്കണു, ചേച്ചി വന്നേക്കണു. അപ്പോൾ വരാൻ നേരത്തെ 2 ദിവസത്തെ ട്രിപ്പാ. ആ 2 ദിവസം നമ്മൾ ഫുൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ 3-ാമത്തെ ദിവസം ട്രിപ്പ് കഴിയാണ്, നിങ്ങളെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ പോകുന്നു, പിന്നെ നമ്മൾ തമ്മിൽ ഒരു കോൺടാക്ട് ഉണ്ടാവില്ല. ഇല്ല. പക്ഷേ പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഡെയിലി കാണുക. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു ട്രാവൽ നടത്തിയപ്പം ആ ബസ്സിൽ യാത്ര ചെയ്ത ചേച്ചിമാർ ആ ഡ്രൈവറുമായിട്ട് ഭയങ്കര പ്രായമുള്ള ചേച്ചിമാരാ. ഞാൻ ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കി. ആ യാത്ര ചെയ്യുന്നൊരു മൊമെന്റ്സ്, അവരാ കൂട്ടത്തിലുള്ളവർ കുറെ പേരുണ്ട്, ഇവര് ടീമാണ്. എന്നിട്ട് ചിരിച്ചു അതൊരു ഭയങ്കര വൈബ്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോഴും കോളേജിൽ പഠിച്ചപ്പോഴും അല്ല കോളേജിൽ +2 മുതൽ പഠിച്ചപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ ആൾക്കാരായിട്ട് ഭയങ്കര കണക്ഷൻ. എൻ്റെ നാടൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്, അവിടെ ഒറ്റ ബസ്സേ ഉള്ളൂ. അപ്പൊ അവിടെയുള്ള എല്ലാവരും നമുക്കറിയാം, കണ്ടക്ടർ ഡ്രൈവർ എന്നൊക്കെ. അന്നൊക്കെ നമ്മുടെ കാലത്ത് കണ്ടക്ടറോട് ഇതൊക്കെ മിണ്ടിക്കഴിഞ്ഞാൽ ഉടനെ പോക്ക് കേസാ. ഇപ്പോഴും അതൊക്കെ തന്നെ പറയുന്നത്. ഞങ്ങൾ വണ്ടി കയറുമ്പോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഓ എപ്പോഴും മിണ്ടി പറഞ്ഞു പോകാലോ. മിണ്ടാവില്ല, ഞാൻ മുമ്പോട്ട് നോക്കിയിരിക്കും. ഇവള് കയറാൻ ഞാൻ ഇതുവരെ മിണ്ടാറില്ല. പിന്നെ എന്തെങ്കിലും മിണ്ടാണെങ്കിൽ തന്നെ വല്ല സ്റ്റോപ്പിൽ നിർത്തുവാണെങ്കിൽ നിർത്തി കഴിയുമ്പോൾ വിടും. പക്ഷേ ബാക്കിൽ നിന്ന് കോള് വരും, മുതലാളിക്ക് മിണ്ടി പറഞ്ഞു വർത്താനം പറഞ്ഞു പോണു. അത് വേറെ ഒന്നും പുള്ളിയില്ല. ഏഷണി ഉണ്ടാക്കാൻ കുറെ ആൾക്കാർ വേറെ ഒന്നുമില്ല. അവര് നോക്കുമ്പോ അവരെടുത്തിട്ടുണ്ടല്ല. ഇവിടെ വരുമ്പോ സ്റ്റോപ്പിൽ നിർത്തി ആളെ കേട്ടാത്ത എന്തെങ്കിലും പറയും. അല്ല റണ്ണിങ്ങിൽ പറയില്ല. റണ്ണിങ്ങിൽ പറയുകയാണെങ്കിൽ ആ വണ്ടി തുടക്കത്തിൽ എടുക്കാൻ നേരത്തെ ഇപ്പോൾ ഇവിടുന്ന് ഒരു 100 മീറ്റർ 200 മീറ്റർ കഴിയുമ്പോൾ പിന്നെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് മാറും. പിന്നെ വേറെ ഞാൻ വണ്ടി ഓടിക്കുന്ന ഞാൻ വേറെ ഞാൻ മിണ്ടാൻ ആരെടുത്ത് ഇവിടെ തോന്നുന്നു മര്യാദ മിണ്ടാൻ നിൽക്കാറില്ല. പിന്നെ എവിടെ ചെല്ലുന്ന അവിടെ ചെന്ന് ഇറങ്ങി കഴിയുമ്പോഴുള്ള സംസാരമുള്ളൂ. നമുക്ക് മിണ്ടാൻ സമയമുണ്ടല്ലോ. നമുക്ക് എല്ലാവരും വിചാരിച്ചു പറയുമ്പോൾ ഞങ്ങൾ വണ്ടി കയറുമ്പോൾ മാത്രം മിണ്ടാറുള്ളൂ. അല്ല, ഞായറാഴ്ച ദിവസം കറങ്ങാൻ പോകാനൊക്കെ സമയമുണ്ട്. മിണ്ടാൻ എല്ലാ ഞായറാഴ്ച സത്യം പറഞ്ഞ പേരും മൂവാറ്റം മാളി ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും കാണാപ്പാടാ. പിന്നെ ഏത് പടത്തിനാ പറഞ്ഞേ? എനിക്ക് വേണ്ടിട്ട് ഒരു ദിവസം ഇവിടെ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ അങ്ങോട്ട് ടോയ്ലറ്റിൽ അങ്ങോട്ട് പോയിക്കായിരുന്നു. അപ്പൊ ഒറ്റയ്ക്കാണെങ്കിൽ കേട്ടോ ഒന്ന് എന്താന്ന് അറിയാമോ, പുള്ളി തിങ്കൾ മുതൽ ശനി വരെ വണ്ടി ഓടിക്കും. ഞായറാഴ്ച ഒരു ദിവസം. പക്ഷെ ഞായറാഴ്ച ദിവസം എനിക്ക് വേണ്ടിട്ട് പുള്ളി ഞങ്ങള് സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തു പോയില്ലെങ്കിലും ഞാൻ വീടിന് പുറത്തേക്ക് പോയിട്ടുള്ള പരിപാടിയില്ല. പ്രയോറിറ്റി ഞായറാഴ്ച ദിവസം എനിക്കുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം. പറഞ്ഞ ഈ സന്തോഷം, ഈ വളയം ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും ഈക്വലായിട്ട് കൊണ്ടുപോകും. ലൈഫിൽ നന്നായിട്ടിരിക്കുക. റയാൻകുട്ടനോട് എന്റെ അന്വേഷണം പറയുക, അടിപൊളിയായിട്ടിരിക്കുക. 2 വയസ്സുള്ള കുഞ്ഞിന്റെ അടുത്ത് ഞാൻ പോയി പറയാം, മോനൊരു ആന്റി അന്വേഷിച്ചു. എന്റെ പേര് പറഞ്ഞാൽ മതി, ശരണ്യ എന്ന് പറഞ്ഞാൽ മതി. വീഡിയോ കാണിച്ചെടുക്കും. മമ്മിയുടെ അടുത്ത് ചോദ്യം ചോദിച്ച ആന്റി ഇത് വിളിക്കരുത്, ഞാനിപ്പോഴും സ്റ്റിൽ എന്നെ പോലും കൊച്ചു ചേച്ചി അത് അങ്ങനെ വിളിച്ചാൽ മതി. മറ്റൊരു ചേച്ചി അന്വേഷിച്ചത്. അപ്പൊ സന്തോഷമായിട്ടിരിക്കും. ഈ ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവട്ടെ, കണ്ണ് തട്ടാതിരിക്കട്ടെ. ഒരു മറകോട്ടെ. ഓക്കെ, താങ്ക് യു.